വേദനകൾ ഉള്ളിലൊതുക്കി സദാ പുഞ്ചിരിച്ച് മക്കളോട് മറുത്തൊരക്ഷരം പറയാത്ത അമ്മ. അങ്ങനെ ഒരു അമ്മ ഇമേജ് മലയാളികളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് കവിയൂർ പൊന്നമ്മയായിരുന്നു. മുണ്ടും നേരിയതുമായിരുന്നു സിനിമകളിലെ അവരുടെ വേഷം. പക്ഷെ ഒരേ വേഷം മാത്രമിട്ട് ഏറെക്കുറെ ഒരേ ഭാവങ്ങളോടെ അരനൂറ്റാണ്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞതാണ് പൊന്നമ്മയെ മറ്റ് അഭിനേത്രികളിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. തന്റെ സമകാലീനരായ നടിമാരിൽ പലരും വൈവിധ്യമാർന്ന വേഷങ്ങളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചപ്പോൾ കവിയൂർ പൊന്നമ്മ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്തിട്ടില്ല എന്നത് അവരുടെ മൈനസ് പോയിന്റിനേക്കാൾ ഉപരി പ്ലസ് ആവുകയായിരുന്നു. ഒരുപക്ഷെ സ്റ്റീരിയോടൈപ്പ് എന്ന് വിമർശകർക്ക് പറയാമെങ്കിലും പൊന്നമ്മയുടെ ശക്തി അതായിരുന്നു. ആ ഇമേജിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ശ്രമിച്ചപ്പോഴെല്ലാം പ്രേക്ഷകരും സംവിധായകരും അത് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. കുടുംബത്തിന് വേണ്ടിയായിരുന്നു പൊന്നമ്മയുടെ ജീവിതം. സിനിമാ നിർമ്മാതാവ് മണിസ്വാമിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചവർക്ക് പക്ഷേ ഏറെ നാൾ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിഞ്ഞില്ല. മകളെ സിനിമയുടെ വെള്ളിവെളിച്ചത്തിൽ നിന്നെല്ലാം മാറ്റി ഡോക്ടറാക്കി. ഭർത്താവ് മണിസ്വാമിയുമായി പിരിഞ്ഞെങ്കിലും വർഷങ്ങൾക്ക് ശേഷം മണിസ്വാമി രോഗാതുരനായി മാറിയപ്പോൾ അദ്ദേഹത്തെ പൊന്നമ്മ തന്റെ വസതിയിലേക്ക് കൊണ്ടുവരികയും ശുശ്രൂഷിക്കുകയും ചെയ്തു. പൊന്നമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് മണിസ്വാമി മരിച്ചത്. കവിയൂർ പൊന്നമ്മ എന്നാൽ അഭിനേത്രി മാത്രമാണ് സാധാരണ പ്രേക്ഷകർക്ക്. എന്നാൽ മികച്ചൊരു ഗായികയാണ് അവർ എന്ന് പലർക്കും അറിയില്ല. അച്ഛന് സംഗീതത്തിൽ ഏറെ കമ്പമുണ്ടായിരുന്നതിനാൽ നന്നേ ചെറുപ്പത്തിലെ പൊന്നമ്മ സംഗീതം അഭ്യസിച്ചു. അങ്ങനെ 12 വയസ്സുള്ളപ്പോൾ KPSCയുടെ മൂലധനം എന്ന നാടകത്തിൽ തോപ്പിൽ ഭാസി പാടാൻ ക്ഷണിച്ചു. മൂലധനം നാടകത്തിൽ നായികയെ കിട്ടാതെ വന്നപ്പോൾ തോപ്പിൽ ഭാസിയുടെ നിർബന്ധത്തിന് വഴങ്ങി ആദ്യമായി മുഖത്ത് ചായം തേച്ചു. അവിടെ കവിയൂർ പൊന്നമ്മ എന്ന അഭിനേത്രി ജനിക്കുകയായിരുന്നു. തുടർന്നങ്ങോട്ട് പൊന്നമ്മയുടെ തട്ടകം നാടകവും പിന്നെ സിനിമയുമായി. അച്ഛന്റെ മരണത്തോടെ കുടുംബഭാരം ഏറ്റെടുത്ത പൊന്നമ്മയ്ക്ക് അഭിനയം തൊഴിലും ജീവിതമാർഗവുമായിരുന്നു. ശരാശരി മലയാളിയുടെ അമ്മബോധത്തെ ഇത്രയധികം സ്വാധീനിച്ച ഒരു അഭിനേത്രി വേറെ ഉണ്ടാവില്ല. മലയാളത്തിന്റെ എക്കാലത്തെയും അമ്മ മനസ്സായിരുന്ന കവിയൂർ പൊന്നമ്മയും ഓർമ്മകളുടെ ഓരത്തേക്ക് മായുകയാണ്.